കൊലവറിയിൽ തുടങ്ങി ആയാ ഷെയറിൽ എത്തി നിൽക്കുന്ന കരിയർ. അന്നു തൊട്ട് ഇന്ന് വരെ ഓരോ ഗാനം എത്തുമ്പോഴും അതിനെ പീക്ക് എന്നല്ലാതെ മറ്റൊന്നും പറയാനാകാത്ത വിധം ഗംഭീരമാക്കുന്ന സംഗീതജ്ഞൻ. ആവർത്തന വിരസതയെന്നും ഒരേ ബീറ്റിലെത്തുന്ന ഗാനങ്ങളെന്നുമെല്ലാം വിമർശനങ്ങൾ പിന്നാലെ കൂടുമ്പോഴും ഓരോ തവണയും പുതിയ അനിരുദ്ധ് ഗാനം എത്തുമ്പോൾ അതിന് കാതോർക്കുന്നത് കോടികളാണ്. തമിഴെന്നോ തെലുങ്കെന്നോ വ്യത്യാസമില്ല, ആക്ഷൻ എന്നോ റൊമാൻസ് എന്നോ വേർതിരിവില്ല. ഏത് ഓണറിലും അയാളുടെ പിയാനോ മാജിക് ഉരുവാക്കും. റൊമാൻറ്റിക് ട്രാക്കിലൂടെ ട്രെൻഡായ അനി ഇന്ന് മാസ് എൻട്രി സോങ്ങുകളുടെ മാസ്റ്ററാണ്. ജയിലറിലെ ഹുക്കുമും കൂലിയിലെ പവർ ഹൗസും ലിയോയിലെ ബാഡാസും വിക്രത്തിലെ നായകൻ വീണ്ടും വരാറുമെല്ലാം അതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിളുകളാണ്. നായകൻ ആരായാലും അനിയുണ്ടെങ്കിൽ അയാൾ നമ്മളെ ആവേശ കൊടുമിടിയിൽ എത്തിക്കുന്ന വീരനാകും. ജയിലറിന്റെ പകുതി ക്രെഡിറ്റ് അനിരുദ്ധിന്റേതാണെന്ന് പറഞ്ഞത് സാക്ഷാൽ രജനിയാണ്. ഓരോ ബീറ്റിലും ആട്ടമാടാൻ കാലുകളെ പ്രേരിപ്പിക്കുന്ന അനിരുദ്ധ് മാജിക്കിന് 15 വർഷമാകുന്നു. പല സൈസിൽ പല മോഡിൽ ത്രസിപ്പിക്കുന്ന റോക്ക് സ്റ്റാർ അനിരുദ്ധ് രവിചന്ദ്രന്റെ മാത്രം 1.5 പതിറ്റാണ്ട്. ഏതൊരു മ്യൂസിക് ആപ്പ് എപ്പോൾ എടുത്തു നോക്കിയാലും അതിന്റെ ട്രെൻഡിംഗ് ലിസ്റ്റിൽ അനിയുടെ ഗാനമുണ്ടാകും. യൂട്യൂബ് മുതൽ സ്പോട്ടിഫൈ വരെ ആ ലിസ്റ്റ് നീളും. അതിലേക്കുള്ള അവസാന എൻട്രി ആയിരുന്നു നാനിയുടെ പാരഡൈസിലെ ആയാ ഷെയർ. ഗാനത്തിന്റെ OST കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയിരുന്നെങ്കിലും മുഴുവൻ ഗാനമെത്തുന്നത് ഇപ്പോഴാണ്. ട്രൈബൽ ബീറ്റ്സിനൊപ്പം മോഡേൺ ഇലക്ട്രോണിക് ബീറ്റ്സും ബ്ലെൻഡ് ചെയ്തെത്തിയ ഗാനം എലവേഷൻ സോങ്ങിനപ്പുറം ഡാൻസ് മൊമെന്റ്സും ഓഫർ ചെയ്യുന്നതായി. മറ്റ് അനിരുദ്ധ് ഗാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ വോക്കൽ ലെയറിംഗും ആയാ ഷെയറിലുണ്ട്. സോഷ്യൽ മീഡിയയിലെ മാസ് എഡിറ്റുകൾക്കും മോട്ടിവേഷനുകൾക്കും എല്ലാം പശ്ചാത്തലം നിലവിൽ ഈ ഗാനമാണ്. അനി സോങ്ങുകൾക്ക് മാത്രം നൽകാനാകുന്ന ചില ഗൂസ്ബം മൊമെന്റ്സ് ആയാ ഷെയറിലും കൃത്യമായി പ്ലേസ് ചെയ്യാൻ അദ്ദേഹത്തിനായി. അതിനും ദിവസങ്ങൾക്ക് മുൻപാണ് രജനി കമൽ റിയൂണിയനിലെ ആജാ രാജ എത്തിയത്. 46 വർഷങ്ങൾക്കിപ്പുറമുള്ള റിയൂണിയനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പക്ക റെട്രോ സോങ്. അത്രയ്ക്ക് ലൗഡല്ലാത്ത മാസ് അല്ലാതെ ക്ലാസ്സായി സ്റ്റൈലിഷായി രജനിയെയും കമലിനെയും പ്രസന്റ് ചെയ്യാൻ അനിയുടെ സോങ്ങിനായി. 3 വർഷം മുൻപ് താൻ ചെയ്തു വെച്ചൊരു ട്യൂണിൽ നിന്നാണ് ആ സ്കോർ പിറന്നത്. അനിയുടെ വെർസറ്റാലിറ്റി എത്രത്തോളം എന്ന് ചർച്ചയാക്കുന്നവർക്കുള്ള മറുപടി കൂടിയായി ആജാ രാജ. മാസ് മസാല സോങ്ങുകളിൽ മാത്രം താൻ ഒതുങ്ങിപ്പോകില്ലെന്നും അതിലേക്ക് തടച്ചിടാൻ ആരും ശ്രമിക്കേണ്ടെന്നും വിളിച്ചു പറയുന്ന ഗാനം. കുറച്ചുകൂടി ദിവസങ്ങൾ പിന്നിലേക്ക് പോയാൽ വീണ്ടും കേൾക്കുക മറ്റൊരു ട്രെൻഡി സോങ് ആണ്. വീണ്ടും ഒരു അനൗൺസ്മെന്റ് ഗാനം. കൂലിക്ക് ശേഷം ലോകേഷ് കേട്ട വിമർശനങ്ങളുടെ മറുപടി അനിരുദ്ധിലൂടെ പുറത്തേക്ക് വന്ന കാഴ്ച കണ്ട ഗാനം. വെറും 47 സെക്കൻഡ് മതിയായിരുന്നു അയാൾക്ക് സോഷ്യൽ മീഡിയ കത്തിക്കാൻ. അല്ലു അർജുൻ ലോകേഷ് കൂട്ടുകെട്ടിന്റെ മുഴുവൻ സ്വാഗം ഒരൊറ്റ പ്രൊമോ സോങ്ങിൽ അനി ആവാഹിച്ചു. ഇപ്പറഞ്ഞതെല്ലാം ഈ വർഷം മാത്രമെത്തിയ ഗാനങ്ങളാണ്. 2026 തുടങ്ങിയിട്ട് മാസം 3 ആകുന്നതേ ഉള്ളൂ എന്ന് ഓർക്കണം. അപ്പോഴേക്കും കഴിഞ്ഞ വർഷത്തെ പ്ലേലിസ്റ്റിനെ റീപ്ലേസ് ചെയ്യും വിധം ഗാനങ്ങൾ അനി തന്നു. ഒരൊറ്റ നായകൻ അല്ലെങ്കിൽ ഒറ്റ സംവിധായകൻ എന്ന കോമ്പിനേഷൻ അല്ല അയാളുടേത്. ആരുടെ കൂടെ വന്നാലും ഷുവർ ഷോട്ട് ഹിറ്റ്. ലോകേഷ് ആയിക്കോട്ടെ, നെൽസൺ ആയിക്കോട്ടെ, രജനി ആയിക്കോട്ടെ, വിജയ് ആയിക്കോട്ടെ, എല്ലാവർക്കും അയാൾ കൊടുത്തിട്ടുള്ളത് റിപ്പീറ്റ് വാല്യൂ വാനോളമുള്ള ഗാനങ്ങൾ. താൻ ഇനി ചെയ്യുന്ന സിനിമയെല്ലാം അനിയോടൊപ്പം ആയിരിക്കുമെന്ന് പറയുന്നിടത്ത് ലോകേഷിന്റെ കോൺഫിഡൻസ് നമുക്ക് കാണാം. നെൽസന്റെ ഇതുവരെ വന്നതും ഇനി വരാനിരിക്കുന്നതുമായ എല്ലാ സിനിമകളിലും സംഗീത സംവിധായകൻ അനി തന്നെ. റിലീസ് അനന്തമായി നീളുന്ന വിജയുടെ ജനനായകനിലെ പുറത്തിറങ്ങിയ ഓരോ ഗാനവും ഹിറ്റാണ്. ലോകേഷ് നായകനാകുന്ന DC-യുടെ പ്രൊമോ സോങ് വൈറലായ മറ്റൊരു ഗാനം. ദ പാരഡൈസ്, ജയിലർ 2, അരസൻ, തലൈവർ 173, രജനി കമൽ റിയൂണിയൻ, അല്ലു അർജുൻ പടം, അങ്ങനെ ലിസ്റ്റ് നീളുകയാണ്. ഷാരൂഖ് ഖാന്റെ കിങ്ങിന്റെ സ്കോർസും അനിരുദ്ധ് വക തന്നെ. കരിയറിന്റെ 15ാം വർഷവും കൈ നിറയെ സിനിമകളുള്ള യങ്സ്റ്ററായി തുടരുകയാണ് അനിരുദ്ധ്. ഇന്ത്യൻ സിനിമാ ലോകത്ത് ഇന്ന് അയാൾക്കായ ഒരു കിങ്ഡവും അവിടെ ഒരു സിംഹാസനവുമുണ്ട്. പുതിയ സംഗീത സംവിധായകർ ഉദിക്കുമ്പോൾ അനിയുടെ കാലം കഴിഞ്ഞെന്ന് മുറവിളി കൂട്ടുന്നവരെ കാണാം. എന്നാൽ ദിനം ദിനം ആ വാക്കുകളെ നിഷ്പ്രഭമാക്കും വിധം ട്രാക്കുകൾ തന്ന് വിസ്മയിപ്പിക്കുകയാണ് അയാൾ.